ഈശോയിലേറ്റവും എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിന്റെ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമ അല്ലെ. ഈശോ പറയുകയാണ്, ഈശോ ഒരു മുന്തിരിച്ചെടിയാണ്, നമ്മളെല്ലാം അതിലെ ശാഖകളാണ് അല്ലെ. പൗലോസിലെ പറയുന്ന പോലെ ഈശോ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസാണ്, നമ്മളെല്ലാവരും ആ ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈശോ കൃത്യമായിട്ട് പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ അതിലെ ശാഖകളാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നോട് ചേർന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ സാധാരണ ഒരു ചെടിയുടെ ഒരു കമ്പ് അതിൽ നിന്ന് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അതിന് സ്വയമേവ നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ഈ പടർന്നു പോകുന്ന മുന്തിരി പോലെയുള്ള ചെടികളുടെയൊക്കെ ഒരു കമ്പ് അങ്ങോട്ട് മുറിച്ചു മാറ്റിയാൽ ആ കമ്പിന് കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെ കുറച്ചു നേരം കഴിയുമ്പോൾ അത് വാടിപ്പോകും, പതിയെ പതിയെ അത് ഉണങ്ങിപ്പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈശോ സുവിശേഷത്തിൽ പറയുകയാണ്, ദൈവത്തോട് ചേർന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല, ആത്മീയമായിട്ട് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല. നീ പതിയെ വാടും, പതിയെ പതിയെ നീ ഉണങ്ങിപ്പോവുകയും ചെയ്യും. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈശോ നമ്മളോട് പറഞ്ഞ ഈ ഉപമ അനുസരിച്ച് ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.